നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂരിന് ആദായ നികുതി വകുപ്പിന്റെ നോട്ടീസ്. സിനിമാ സാമ്പത്തിക ഇടപാടുകളിൽ വ്യക്തത തേടി 2022 ആശീർവാദ് ഫിലിംസിൽ നടന്ന റെയ്ഡിന്റെ തുടർച്ചയായാണ് നോട്ടീസ്. ലൂസിഫർ, മരക്കാർ സിനിമകളുടെ നിർമ്മാണത്തിലും വിശദീകരണം തേടിയിട്ടുണ്ട്. ജിജീഷ് കരുണാകരൻ ചേരുന്നു വിവരങ്ങളുമായി. ജിജീഷ്, ഈ നോട്ടീസ് അയച്ച പശ്ചാത്തലത്തിൽ മറ്റ് നടപടിക്രമങ്ങൾ എങ്ങനെയാണ്? വിശദാംശങ്ങൾ. ആദായ നികുതി വകുപ്പ് ആന്റണി പെരുമ്പാവൂരിന് നോട്ടീസിൽ നൽകിയിരിക്കുന്ന നിർദ്ദേശം ഒരു മാസത്തിനുള്ളിൽ വിശദീകരണം നൽകണമെന്നാണ്. അവർ ആവശ്യപ്പെട്ടിട്ടുള്ള സിനിമകളുമായി ബന്ധപ്പെട്ട് അതിന് വന്നിട്ടുള്ള ആകെയുള്ള ബഡ്ജറ്റ്, അതിലൂടെ ലഭിച്ചിരിക്കുന്ന കളക്ഷൻ തുക എന്നിവയടക്കമുള്ള ആദായ നികുതി, അനുബന്ധ ആദായ നികുതി വിവരങ്ങളടക്കം കൈമാറണമെന്നൊരു നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. ഇത് നേരത്തെ തന്നെ അയച്ച ഒരു നോട്ടീസാണ്. കഴിഞ്ഞ മാർച്ച് അവസാന വാരത്തിലാണ് ഇത്തരമൊരു നോട്ടീസ് പൃഥ്വിരാജിനും ആന്റണി പെരുമ്പാവൂരിനും അടക്കമുള്ള ആളുകൾക്ക് ഒരുമിച്ചാണ് ആദായ നികുതി വകുപ്പിന്റെ അസസ്മെന്റ് വിഭാഗം നോട്ടീസ് നൽകിയത്. കാരണം 2022 ആദായ നികുതി വകുപ്പ് അന്വേഷണ വിഭാഗം വ്യാപകമായ റെയ്ഡുകൾ നടത്തിയിരുന്നു. നിരവധി സിനിമാ നിർമ്മാണ കമ്പനികളുമായി ബന്ധപ്പെട്ട അത്തരം സ്ഥാപനങ്ങളിൽ പരിശോധനകൾ നടത്തി. ആദായ നികുതി വകുപ്പിൽ നികുതി ക്രമക്കേടുകൾ, വെട്ടിപ്പുകൾ കണ്ടെത്തുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു ആ പരിശോധനകൾ നടന്നത്. ആ പരിശോധനകളുടെ തുടർച്ചയായിട്ടുള്ള വിവരങ്ങൾ തന്നെയാണ് പ്രധാനമായും തേടിയിരിക്കുന്നത്. ലൂസിഫർ, മരക്കാർ, അറബിക്കടലിന്റെ സിംഹം എന്നീ സിനിമകളുടെ കാര്യത്തിൽ കൂടുതൽ വ്യക്തത വേണമെന്ന കാര്യമാണ് ആദായ നികുതി വകുപ്പ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ സിനിമയുടെ കളക്ഷൻ തുക അടക്കമുള്ള വിവരങ്ങൾ ഹാജരാക്കണമെന്നൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ഈ ഓവർസീസ് റൈറ്റുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള നികുതി വെട്ടിപ്പുകൾ നടക്കുന്നുണ്ട് എന്നാണ് ആദായ നികുതി വകുപ്പ് കണ്ടെത്തിയിട്ടുള്ളത്. ഈ ഓവർസീസ് റൈറ്റിന്റെ പേരിൽ നടന്നിട്ടുള്ള സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചും കൂടുതൽ വ്യക്തത ആന്റണി പെരുമ്പാവൂരിൽ നിന്ന് അന്വേഷണ സംഘം തേടിയിട്ടുണ്ട്. മോഹൻലാലിന് ദുബായിൽ വെച്ച് 2.5 കോടി രൂപ ആന്റണി പെരുമ്പാവൂർ കൈമാറിയിരുന്നു. ഈ പണമിടപാട് സംബന്ധിച്ചുള്ള ചില വ്യക്തതകളും അന്വേഷണ സംഘം ചോദിച്ചറിഞ്ഞിട്ടുണ്ട്. ഈ പണം എന്തിനാണ് കൈമാറിയത്, അവിടെ വെച്ച് ഉള്ള ഇടപാടുകൾ എങ്ങനെയായിരുന്നു തുടങ്ങിയ കാര്യങ്ങളിൽ കൂടുതൽ വിവരങ്ങൾ നൽകാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. 2022 5 സിനിമാ നിർമ്മാണ കമ്പനികളിൽ വലിയ തോതിലുള്ള അന്വേഷണം നടത്തിയതും ആദായ നികുതി വകുപ്പ് ഒരേ സമയം റെയ്ഡുകൾ നടത്തുകയും നിരവധി രേഖകൾ പിടിച്ചെടുക്കുകയും എല്ലാം ചെയ്തത്. ആ രേഖകൾ പിടിച്ചെടുത്ത ശേഷം അതിന്റെ പരിശോധനകൾ അന്വേഷണ സംഘം പൂർത്തിയാക്കി വരികയായിരുന്നു. ഇതിനിടയിലാണ് ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നേരത്തെ റെയ്ഡുകൾ നടന്ന, പരിശോധനകൾ നടന്ന സിനിമാ നിർമ്മാണ കമ്പനികൾക്ക് വീണ്ടും ഒരിക്കൽ കൂടി നോട്ടീസ് നൽകുകയും ചെയ്തിരിക്കുന്നത്. ഇത്തരത്തിൽ നടപടികൾ, ആദായ നികുതി വകുപ്പിന്റെ അടക്കമുള്ള നടപടികൾ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട്, പ്രത്യേകിച്ച് കള്ളപ്പണം വലിയ തോതിൽ തന്നെ സിനിമാ നിർമ്മാണങ്ങൾക്ക് മുടക്കുന്നുണ്ട്. കള്ളപ്പണം സിനിമാ നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിച്ചുകൊണ്ട് അത് വെളുപ്പിക്കുന്ന ഒരു നടപടി നിരവധി ആളുകൾ ഉണ്ടാകുന്നുണ്ട്. പല വ്യവസായികളും, പ്രവാസി വ്യവസായികൾ അടക്കം ഇതിന്റെ ഭാഗമായി മാറുന്നു എന്നെല്ലാമുള്ള ആരോപണങ്ങൾ ഉയർന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരം സിനിമകൾക്കായി നീക്കിവെച്ചിട്ടുള്ള ബഡ്ജറ്റിന്റെ കാര്യത്തിലും ഒപ്പം തന്നെ ആ സിനിമ തിയേറ്ററിൽ ഓടി നേടിയ കളക്ഷനുമായി ബന്ധപ്പെട്ടും അതിന്റെ സിനിമയിൽ അഭിനയിച്ച ആളുകളടക്കം വാങ്ങിയിരിക്കുന്ന പ്രതിഫലത്തെക്കുറിച്ചുള്ള വിവരങ്ങളും എല്ലാം ചോദിച്ചുകൊണ്ട് ആദായ നികുതി വകുപ്പ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. ശരി.